അൻഫസ് മുക്രമാണ്. അൻഫസ് മുക്രം വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ട്രഷറർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻഫസ്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? റാഹത്തന്നെ? അൽഹംദുലില്ലാ. ഓക്കെ. അൻഫസ്ക, നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ലൈവിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ ഇന്നലെ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ തന്നെ അദ്ദേഹം നിന്നതാണ്. അൽഹംദുലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ആദ്യമായി അൻഫസ്കയെ പരിചയപ്പെടാം. അൻഫസ്ക, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാൽ. കുടുംബവും മറ്റുള്ള കാര്യങ്ങളും സ്ഥലങ്ങളും ഒന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് ഒരു ഗുണകരമായിരിക്കും. ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ താമസിക്കുന്നത് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് പള്ളിക്കൽ ബസാർ എന്നുള്ള സ്ഥലത്താണ്. ജോലി ചെയ്യുന്നത് തൃശ്ശൂർ അക്കിക്കാവിലുള്ള റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നോട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ ഇപ്പം പാപ്പയും അമ്മയും അതേപോലെ തന്നെ ഭാര്യയും 4 മക്കളും ഉണ്ട്. ഭാര്യ അറിയാൻ മതിയാവും, ഡോക്ടർ റസീല എന്ന് പറഞ്ഞിട്ട് കൗൺസിലറാണ്. 4 മക്കളുണ്ട്. 3 ആൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഒരു കുട്ടി ചെറുതാണ്. ഇതാണ് കുടുംബ സാഹചര്യം എന്ന് പറഞ്ഞാൽ. ഭാര്യ ഡോക്ടർ റസീല നമ്മുടെ വനിതാ ഘടകത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറിയാണ്. അതെ, ഓക്കെ. ഇപ്പോൾ അക്കിക്കാവിലാണ് ജോലി ചെയ്യുന്നത്. അൻഫസ്ഖാനെ മുമ്പ് ഫസ്റ്റ് പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ യൂണിവേഴ്സിറ്റി അവിടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ 2012 വരെ 15 വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം ഒരു 7 വർഷത്തോളം മംഗലാപുരത്തായിരുന്നു ജോലി. അവിടെ നിന്ന് മാറിയിട്ട് ആ സമയത്താണ് PhD കാര്യങ്ങളൊക്കെ പിന്നെ തുടങ്ങിയതും അതിൻ്റെ ഒരു നല്ല ഭാഗം ചെയ്തതും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമായിട്ട് ഇവിടെ തൃശ്ശൂരാണുള്ളത്. യെസ്. നമ്മൾ പിന്നെ ഇപ്പോൾ അൻഫസ്ഖാൻ്റെ ഒരു പിന്നെ പ്രാഥമികമായിട്ടുള്ള വിശേഷങ്ങൾ അറിഞ്ഞല്ലോ. ഇപ്പോൾ പിന്നെ നിങ്ങൾ PhD നേടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഏരിയ അതൊന്ന് പറഞ്ഞാൽ നന്നാവും. PhD എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തത് ഇവിടെ ചെന്നൈയിലുള്ള VIT ഉണ്ട്, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ ചെന്നൈ ക്യാമ്പസിലാണ് PhD ചെയ്തത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആദ്യം ഒരു ടോപ്പിക് അവിടെ കൊടുക്കണം. അത് കൊടുത്തിട്ട് അവർ അപ്രൂവ് ചെയ്യണം. പക്ഷേ ഞാൻ കൊടുത്ത ടോപ്പിക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു, എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷെ പിന്നെ അത് ചർച്ച ചെയ്ത് ഗൈഡുമായിട്ട് കുറേ ഡിസ്കഷൻ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ആ ടോപ്പിക്കൊക്കെ പോയി. അതിൽ വേറെ ഒരു ഏരിയയിലേക്ക് എത്തി. അപ്പോൾ അവിടെ അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു. അവരുടെ ബിൽഡിംഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കൽ ആൻഡ് ബിൽഡിംഗ് സയൻസ് ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ രണ്ടും കൂടി ആയിരുന്നു, സിവിലും മെക്കാനിക്കലും കൂടി ഒറ്റ സെക്ഷനിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ചർച്ച ചെയ്ത് വന്നപ്പോൾ അവസാനം നമ്മൾ ബിൽഡിങ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് എനർജി എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്കാണ് അവസാനം എത്തിയത്. അപ്പോൾ ആ ഏരിയയിലാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അത് ശരിക്ക് പിന്നെ ഒരു പ്യുവർലി മെക്കാനിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു സങ്കരയിനാണ് മെക്കാനിക്കലും സിവിലും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഇതാണ്. ബിൽഡിങ്ങിൻ്റെ എനർജി അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് പിന്നെ ഉള്ള മെത്തേഡുകൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. വലിയ ബിൽഡിങ്ങുകളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂളിംഗ് ഉണ്ടാവും, ഹീറ്റിംഗ് ഉണ്ടാവും, അതേപോലെ നമ്മളെ എയർ ഫ്ലോ അല്ലെങ്കിൽ പിന്നെ എക്സോസ്റ്റ് എന്ന് പറയും. ഇതിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മെത്തേഡുകൾ എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്തത് നമ്മൾ പിന്നെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തത്. അങ്ങനെയാണ് ഒരു പാസീവ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിംഗ് എന്നൊക്കെ പറയും. ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് PhD ചെയ്തിട്ടുള്ളത്. ആ ഏരിയയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വലിയ ബിൽഡിങ്ങുകളാണെങ്കിൽ അതിൻ്റെ എനർജി കുറക്കാനുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു പക്ഷേ അവർക്ക് കൺസൾട്ടേഷനോ മറ്റൊക്കെ ആളുകൾ ഉണ്ടാവാം. അവർക്ക് തീർച്ചയായും നിങ്ങളുടെ ഒരു പഠനം ഉപകാരപ്പെടുമായിരിക്കും. ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു വീട്ടിലെ എനർജി കുറക്കുക അതൊരു പ്രധാന കാര്യമായിരിക്കും. അത് ഞാൻ ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ എനർജി ഒരു പാസീവ് കൂളിംഗ് നേരത്തെ പറഞ്ഞു. പാസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വൈദ്യുതി ഇല്ലാതെ എങ്ങനെ തണുപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. വൈദ്യുതി തീരെ ഉപയോഗിക്കാതെ അത് സീറോ എനർജി കൺസെപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ മുതൽ ശ്രദ്ധിച്ചാൽ ശരിക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല ആളുകളും എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ വീട് വെക്കുമ്പോൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്ലാസും അതും ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും, ഫുൾ ആൻഡ് എയർ ടൈറ്റ് ആക്കിയിട്ട് വീട് വെക്കും. പിന്നെ ആ വീട് തണുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത്രയും കൂടുതൽ കറണ്ട് അയാൾ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അത്രയും കൂടുതൽ വെക്കണം. അപ്പോൾ നമ്മൾ അതിന് പകരം സജസ്റ്റ് ചെയ്യണത് കുറേ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ
കാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുക, അതേപോലെ പിന്നെ സൂര്യൻ്റെ ഡയറക്ഷന്. ഇപ്പോൾ ഉദയം അസ്തമയം എന്തായാലും ഫിക്സഡ് ആണല്ലോ, മാറൂലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബെഡ്റൂമുകൾ അതേപോലെ നമ്മുടെ ലിവിങ് റൂമുകളൊക്കെ സെറ്റ് ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ തന്നെ ഡയറക്ഷൻ, ഇപ്പോൾ നമ്മൾ ഈ ബിൽഡിങ് നീളത്തിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ വീതിയിൽ എങ്ങനെയാണോ നോക്കുക. അപ്പോൾ നീളത്തിലുള്ള ഭാഗത്ത്, ഇപ്പോൾ കൂടുതൽ നീളമുള്ള ഭാഗത്ത് സൂര്യൻ്റെ വെളിച്ചം കൂടുതൽ സമയം അടിച്ചാൽ ബിൽഡിങ് ചൂടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, അങ്ങനെ ആ ഒരു ലൊക്കാലിറ്റി ആണെങ്കിൽ ബിൽഡിങ് നേരെ തിരിച്ചിടാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമല്ലോ എൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റാം. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ എന്തിനാ ശരിക്ക് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ വീടുകളിൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും 5 സെൻറ്റ് സ്ഥലത്ത് അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലത്ത് വീടുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും, സൗകര്യം നോക്കിയിട്ട് അങ്ങനെ പറ്റൂല. അപ്പോൾ അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റൂമുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, റൂമിൽ എയർ സർക്കുലേഷൻ മാക്സിമം ഉണ്ടാവുക. ഒക്കെ റൂം തണുക്കാനുള്ള മെത്തഡാണ്. നാച്ചുറലി തന്നെ എന്ത് ചെയ്യും, സൂര്യൻ അസ്തമിച്ച റൂമുകൾ തണുക്കും. അത് തണുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് അടച്ചിടുന്നതുകൊണ്ടാണ്. നമ്മളത് അടച്ച് പൂട്ടി ബന്ധാക്കിയിട്ടാൽ എന്ത് ചെയ്യും. അതേപോലെ കർട്ടനുകൾ, നമ്മൾ വിൻഡോക്ക് കർട്ടനുകൾ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യില്ല, സൂര്യപ്രകാശം നേരിട്ട് റൂമിലേക്ക് വരില്ല. അപ്പോൾ അതൊരു മെത്തേഡാണ്. കർട്ടൻ ഉപയോഗിച്ചാൽ ആ റൂമിലേക്ക് സ്വാഭാവികമായിട്ട് ചൂട് കുറയും. നേരത്തെ പറഞ്ഞില്ല, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ബെഡ്റൂമുകളൊക്കെ എന്ത് ചെയ്യുക, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്, കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പടിഞ്ഞാറാകുമ്പോൾ രാത്രി ചൂട് കൂടാൻ സാധ്യത കൂടുക, സൂര്യൻ അസ്തമിക്കുമ്പം ആണല്ലോ അവിടേക്ക് വരിക. അപ്പോൾ ഇങ്ങനത്തെ കുറേ കോൺസെപ്റ്റുകളാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണത്, ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. വീടുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളൊരു പ്ലാനിൽ ശ്രദ്ധിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിലും അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടാകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഭയങ്കര ചൂട് കൂടിയ അവസാനം വീടിനുള്ളിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണത്, ആൾക്ക് ചൂടും പോകി എടുക്കാനില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തില്ല, സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ AC എന്തായാലും സമ്പൂർണ്ണമായി ഒരു പക്ഷേ ഒഴിവാക്കാൻ ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇനി ഒരു വരുന്ന കാലത്ത് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകുമായിരിക്കും. അപ്പോൾ AC ഉപയോഗിക്കുന്ന ആളുകളോട് എന്താണ് അതിലൊരു നിർദ്ദേശം കൊടുക്കാൻ? പിന്നെ AC ഉപയോഗിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മൾ പിന്നെ ഇതിൻ്റെ ഉപയോഗം ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നല്ല വില അതിന് കൊടുക്കേണ്ടി വരും, കറണ്ട് ബില്ലായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ എയർ കണ്ടീഷനുകളൊക്കെ വരുന്നത് ശരിക്ക് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള രീതിയിലാണ് നമ്മളിപ്പം വാങ്ങുന്നതൊക്കെ. അതിൻ്റെ ഇൻവെർട്ടർ ടൈപ്പുകളൊക്കെയാണ് വരുന്നത്. ചെറിയ കറണ്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ശരിക്കും പ്ലഗ് ചെയ്താൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. മറ്റേതൊക്കെ നമുക്ക് വലിയ പവർ പ്ലഗും പോയിൻ്റൊക്കെ വേണ്ടി വരും. ഇപ്പം വാങ്ങുന്നതൊക്കെ നമുക്ക് ശരിക്കും ഒരു പ്ലഗിൽ കുത്തിയാൽ തന്നെ ഓണാകുന്ന ടൈപ്പ് AC-കളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഇത് പിന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ആൾക്കാരെന്താ വെച്ചാൽ തണുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് 16 ആക്കി വെക്കും. അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അത് ശരിക്കും എന്തെങ്കിലും വെച്ചാൽ റൂം തണുക്കില്ല, AC കട്ടാവില്ല. AC എന്തായാലും കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കംപ്രസർ കട്ടാവും. പിന്നെ ആ തണുപ്പ് റൂമിൽ നിന്ന് പോകുമ്പോഴേ എന്ത് ഉള്ളത്, പിന്നെ ഓണാവുള്ളൂ. അപ്പോൾ ഇത് കറണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. നമ്മളെന്താ വെച്ചാൽ കുറേ കുറച്ച് വെച്ചാൽ ഈ റൂം 16 ഡിഗ്രി ആയിട്ടേ പിന്നെ ഇത് കട്ടാവുള്ളൂ. റൂം 16 ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, രാത്രി മുഴുവൻ വർക്ക് ചെയ്താൽ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം ഒരുപാട് കറണ്ട് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമുക്കൊരു കംഫർട്ടായിട്ടുള്ള ടെമ്പറേച്ചർ, ഇത് പെട്ടെന്ന് തണുക്കാനാണ് ആൾക്കാർ ഇത് പെട്ടെന്ന് തണുക്കൂല. അങ്ങനെ വെച്ചാലും എന്ത് ചെയ്യില്ല, ഇതിൻ്റെ കോയിൽ പെട്ടെന്ന് തണുക്കൂല. ഈ കോയിൽമ കൂടെ എയർ വന്നിട്ടേ റൂം തണുക്കുള്ളൂ. അപ്പോൾ അത് ഒരു തെറ്റായ ധാരണയാണ് ആൾക്കാർ. ഇത് കുറച്ച് വെച്ചാൽ നമുക്ക് തണുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. രണ്ടാമത് ചില ആളുകൾ എന്ത് ചെയ്യും, കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, രാത്രി ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കും, ഒരു മണിക്കൂർ ഓണാക്കും, കൂടെ തണുത്താൽ പിന്നെ AC ഓഫ് ചെയ്യും. അപ്പോൾ അത് ശരിക്ക് ഇരട്ടിയായിട്ട് കൂടുക ചെയ്ത് പിന്നെ എന്ത് ചെയ്യണം, ആദ്യം മുതൽ വർക്ക് ചെയ്ത് വരണം. ഈ ഫ്രിഡ്ജൊക്കെ സാധാരണ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്യുന്ന പോലെ അത് അങ്ങനെ ചെയ്താൽ എന്താണ്ടാവുക വെച്ചാൽ ആദ്യം മുതൽ തണുത്ത് വരണം. പിന്നെ ഇത് നമ്മൾ ഓഫാക്കാതെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സമയമാകുമ്പോൾ അത് ഓണായിക്കോളും. അതിനത്ര കറണ്ട് ഉപയോഗം വരില്ല. ഇത് നമ്മൾ ഓഫാക്കി വെച്ച് നമ്മളൊരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ടാമത് ചൂടാകുമ്പോൾ അത് ഓണാക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തണുത്ത് വരണം. അപ്പോൾ അതിനുള്ള കറണ്ട് എന്ത് ചെയ്യും, AC ഉപയോഗിക്കും, കംപ്രസർ അത്ര പവർ എടുക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം മാത്രം വെക്കുക. ഒരു റൂമിലേക്ക് ആവശ്യമുള്ള കപ്പാസിറ്റി എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ മെത്തേഡുകളൊക്കെ ഉണ്ട്. നമുക്ക് വലിയ റൂമാണെങ്കിൽ അത്യാവശ്യം ചെറിയ AC വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതേപോലെ കൂടുതൽ പവർ എടുക്കും. എന്നാലും ചെറിയ റൂമിലേക്ക് വലുത് വെച്ചാലും ഇതേ പ്രശ്നം തന്നെ വരും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരാളെ കൺസൾട്ട് ചെയ്തിട്ട് വെക്കുക. വെറുതെ നമ്മൾ പോയിട്ട് ഒരു സാധനം വാങ്ങി ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് വെക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമായത് എന്താണോ ആ ഒരു സാധനം വീടുകളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഉപയോഗത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അബദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി. പണ്ട് ഗൾഫിലൊക്കെ പിന്നെ നമ്മളെ വിൻഡോ AC മറ്റേ അതുപോലെ
മറ്റേ സ്പ്ലിറ്റ് AC സാധാരണ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ അധികം അതാണ് ഉണ്ടാവുക, മറ്റോടത്ത് അതുണ്ടാവുക. അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ടത് എന്നതാണ് എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അവിടുത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ളതാണ്. പിന്നെ അവിടുത്തെ ചൂടും ഇതൊക്കെ കൂടുതലാണല്ലോ. ഇപ്പം ഇവിടെ അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ അത് തണുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നല്ല കപ്പാസിറ്റി പവർ കൂടിയ സാധനങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് അവിടെ അന്ന് ഇപ്പോഴും തന്നെ വെക്കുന്നുണ്ട്. അവിടെ പുതിയത് എന്തുണ്ട്, വിൻഡോ AC തന്നെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ കുറേ ഇപ്പോൾ ഒരു വലിയ വീട് ഒന്നായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് AC ഒന്നും വെക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഒരു ഒറ്റ യൂണിറ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ലാഭം. ഒരു 5 റൂമിൽ വേറെ AC വാങ്ങി വെക്കണമെങ്കിൽ ലാഭം ചിലപ്പോൾ എന്തെങ്കിലും ഒറ്റ മെഷീനിൽ 5 റൂമും കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എയർ കണ്ടീഷനിങ് സംവിധാനങ്ങളുണ്ട്. അത് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് ലാഭകരമാവുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ, വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കണം. ഇപ്പോൾ നമുക്ക് ചൂട് കൂടുതലാണ് ഇവിടെ, പണ്ടത്തെ മാതിരിയല്ല. ഈ നിങ്ങൾ പറഞ്ഞല്ലോ പെട്ടെന്ന് 18-ലേക്കോ 16-ലേക്കോ ഒക്കെ താത്തി വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാണ്. അത് സ്വാഭാവികമായിട്ട് റൂമിൽ ചൂട് കൂടുതലാണ്, പെട്ടെന്ന് തണുക്കുക, അതാണ് ചെയ്യുക, ഒരു സ്വാഭാവികത അതാണ്. അപ്പം അതിലൊരു ഡയറക്ഷൻ, ഇപ്പോൾ നല്ല ചൂടുള്ളൊരു സ്ഥലമാണ്, റൂമിലേക്ക് കയറുകയാണ്, അപ്പോൾ അവിടെ നമുക്ക് തണുക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ആ റൂമിലുള്ള ചൂടിനെ പുറത്തേക്ക് കളയാനുള്ള വഴി ആദ്യം നോക്കുക ചെയ്യേണ്ടത്. ജനൽ തുറന്നിട്ടോ വാല് തുറന്നിട്ടോ എന്ത് ചെയ്യുക, അവിടെ കുറച്ചൊരു എയർ വിങ്ങലുണ്ടാവും. അതായത് നമ്മൾ ശരിക്ക് കയറുമ്പം തന്നെ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ആ ചൂടിനായിട്ട് പുറത്തേക്ക് കളഞ്ഞാൽ നമ്മളെ പകുതി പ്രശ്നം തീർന്നു. പിന്നെ ബാക്കി എന്ത് ചെയ്തോളും, AC തണുപ്പിച്ചോളും. നമ്മളത് ചെയ്യാതെ എന്ത് ചെയ്യും, ആ ചൂടിനും കൂടി നമ്മൾ AC തണുപ്പിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കും. അപ്പോഴെന്ത് ചെയ്യുക, നമുക്ക് ലോഡ് കൂടുക. അപ്പോൾ അത് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കാറിലായാലും, കാറ് നല്ല ചൂടുള്ള സ്ഥലത്തിൽ വെയിലത്ത് പാർക്ക് ചെയ്താൽ നമ്മൾ കയറിയാൽ എന്താ ചെയ്യുക, ഡോർ തുറക്കും, വിൻഡോ തുറക്കുക, എയർ ഒഴിവാക്കും. ഇതേ പണി നമ്മൾ വീടുകളിലും ചെയ്താൽ മതി. ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മതി. ആരോഗ്യത്തിനും ഗുണകരമാണെന്ന് പറയുന്നേക്കാം. അങ്ങനെ പറയുന്നത്. അത് ഇതിൽ ഓക്സിജൻ്റെ കണ്ടന്റ് ഭയങ്കര പ്രധാനമാണ്. ചൂടായി കഴിഞ്ഞാൽ ഇതിൽ ഓക്സിജൻ കുറവുള്ള എയർ ആണെങ്കിൽ നമുക്ക് ക്ഷീണം വരും. അല്ലേ, ഈ കാറ് കയറിയാൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അത് എല്ലാവരും അതേപോലെ ചെയ്തോളുന്നില്ല. കാർ കയറി ഉടനെ AC ഓണാക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. തെറ്റായ രീതിയാണത്. ശരിക്കും ആ എയറിൻ്റെ ഒഴിവാക്കിയിട്ട് ശുദ്ധമായ എയർ ഒന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ചൊന്നും ദൂരം ഒരു മിനിറ്റ് കാർ അങ്ങോട്ട് ഓടിയാലും കുഴപ്പമൊന്നുമില്ല. വിൻഡോ താഴ്ത്തിയിട്ട് AC ഓണാക്കിയിട്ട് ഓടിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ലതാണ്. അത്രയും തണുത്ത് കിട്ടും നമുക്ക്. അത് വായുവിൻ്റെ ഗുണം ശരിയാകാനും അത് ശരിയാകാനും അത് നല്ലതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ AC പവർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, വണ്ടി പോകുമ്പോൾ ഒന്ന് തണുത്തോളും. ആ തണുപ്പും കൂടി എന്ത് ചെയ്യും കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ വിൻഡോ പൊക്കിയാൽ മതി എന്നുള്ളതാണ്. അതാണ് അതിൽ ചെയ്യേണ്ട ഒരു രീതി. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറായി പഠനം പൂർത്തിയാക്കി, പഠനം ആ മേഖലയിൽ തന്നെയാണ്. അതെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. ഇപ്പോൾ അതേ ഫീൽഡിൽ തന്നെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുകയാണ്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു എന്തൊക്കെ വിഭാഗങ്ങളാണ് അതിലുള്ളത്, എന്താണ് അതിൽ ആളുകൾ പഠിക്കുന്നത് എന്നുള്ളതിന്? അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ വിഭാഗങ്ങളുള്ളതൊന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. നമുക്ക് പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് എണ്ണി പറയേണ്ടി വരും. അപ്പോൾ അത് ബാക്കിയുള്ള ബ്രാഞ്ചുകളെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപവിഭാഗങ്ങൾ ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് വരിക. അതിപ്പോൾ ഓട്ടോമൊബൈൽ വരും, അതേപോലെ മാനുഫാക്ചറിങ്, പിന്നെ പ്രൊഡക്ഷന്, ഡിസൈന്, തെർമൽ, ഫ്ലൂയിഡ്, ഇങ്ങനെ എന്ത് നമുക്ക് എണ്ണയിലൊരു 40 എണ്ണമൊക്കെ എനിക്കിപ്പോൾ ഇവിടെ നിന്നാൻ പറ്റും ഒറ്റയടിക്ക്. അത്രയും എന്ത് ചെയ്യും നമുക്ക് ഉപവിഭാഗങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ MTechകളുണ്ട്, നമുക്ക് PG ചെയ്യാൻ പറ്റും ഈ വിഭാഗങ്ങളിലൊക്കെ. അപ്പം അത്രയും കൂടുതൽ ഇതുണ്ട്. ശരിക്കും അതിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പിന്നെ മെഷീനറികൾ ആണ് ഒന്ന് മെയിനായിട്ട്. മെഷീനറികളുടെ പ്രവർത്തനം, അതിൻ്റെ പിന്നെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഡിസൈന് കാര്യങ്ങൾ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അത് ഓരോന്നിനും ഓരോ സെക്ഷൻ അല്ലേ? ഇപ്പോൾ AC വേറെ തന്നെ ഒന്നാകുമ്പോൾ AC ഒക്കെ വരെ തെർമൽ സെക്ഷനിലാണ് ശരിക്കും വരിക. അങ്ങനെ ഓരോന്നിലും വരും. നമുക്ക് പിന്നെ പമ്പുകൾ, പിന്നെ ടർബൈനുകളൊക്കെ ഫ്ലൂയിഡ്സിൽ വരും. അങ്ങനെ ഓരോന്നിലും നമുക്ക് വരും. ഡിസൈൻ തന്നെ എല്ലാത്തിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കാം. പിന്നെ സ്ട്രക്ചറുകൾ വരും. ഇതൊക്കെ എല്ലാം ഓരോന്ന് വരും. മെഷീൻസ് വേറെ വരും, ടൂൾസ് വേറെ വരും. ഇങ്ങനെ മെഷീൻ ടൂൾസ് വേറെ വരും, ലെയ്ത്ത്, ഡ്രില്ലർ, ഇങ്ങനെ ഓരോന്നും ഓരോ സെഷൻ. ഓട്ടോമൊബൈൽ വേറെ വരും. അങ്ങനെ ഓരോ ഭാഗത്തിലാണ് വരിക. ഇതെല്ലാം കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് ശരിക്കും പറയാം. അപ്പോൾ അത്രയും പിന്നെ ഡെപ്തുള്ളൊരു സാധനമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ അതിൻ്റെ ഇടയിൽ ചോദിക്കണം തോന്നിയത്, ഇപ്പോൾ നിങ്ങൾ ഡോക്ടറേറ്റ് നേടിയ ഒരു സമയം എന്ന് പറഞ്ഞത് വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായി അതിൻ്റെ ട്രഷററായിരിക്കുന്ന സമയത്താണ് അത് പൂർത്തിയാക്കുന്നത്, യൂത്ത് കോൺഫറൻസിൻ്റെ തലേന്ന്. അപ്പം ഞാൻ പറയണത്, ഈ പലപ്പോഴും ഈ PhD
പഠനം എന്ന് പറയുന്നത് പൂർണ്ണമായി എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഒറ്റയ്ക്കിരുന്ന് ചെയ്യണം, ബാക്കി കുടുംബങ്ങളിൽ പോലും പോകാതെ അങ്ങനെ PhD ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്. പ്രത്യേകിച്ച് ദേവാരംഗത്തൊക്കെ ഉണ്ടാകുന്ന സംഘടനയിൽ സജീവമായി നിൽക്കുന്ന യൂത്ത് കോൺഫറൻസിന്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ എത്ര തിരക്കാന്ന് നമുക്കറിയാം. ആ ഒരു സമയത്തിന്റെ ഒരു നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നടക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്താൽ ഇപ്പോൾ എൻ്റെ തീസിസിൻ്റെ വർക്കൊക്കെ ഞാൻ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ സാറിന് എന്ത് ചെയ്യില്ല, എല്ലാം കഴിഞ്ഞ് അവസാനം എന്ത് ചെയ്യും, ഇത് എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒഴിഞ്ഞിരിക്കണം എന്ന് പറയുക. അപ്പോൾ ഒരു 6 മാസമൊക്കെ ആരും കാണാതെ ഫോണൊക്കെ ഉപയോഗിക്കാതെ എന്ത് ചെയ്യേണ്ടി വരും, ഇരിക്കണം. നമ്മളിതൊക്കെ നേരത്തെ വർക്ക് തുടങ്ങി, നേരത്തെ തന്നെ എഴുതി തുടങ്ങി. അപ്പോൾ അങ്ങനെ എഴുതി വന്നുകൊണ്ട് എന്ത് ചെയ്യില്ല, എനിക്ക് വലിയ ഹെവി ലോഡ് അവസാനം വന്നില്ല. പിന്നെ രണ്ടാമതൊരു വലിയ അനുഗ്രഹം കിട്ടിയത്, ഞാൻ എഴുതിയതിൽ വലിയ കറക്ഷൻസും കാര്യങ്ങളൊന്നും പിന്നെ എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ഇവാലുവേഷൻ കമ്മിറ്റി പറഞ്ഞില്ല. അതൊരു ഏകദേശം അപ്പടി ചെറിയൊരു 10% ചേഞ്ചസേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ വർക്ക് പിന്നെ ടൈമിൽ വന്നിട്ടില്ല. എഴുതി വെച്ച സാധനം അപ്പടേണ്ട അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ പിന്നെ എന്ത് ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്ന അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഇടയിൽ ഇതൊക്കെ നടക്കും. അപ്പോൾ അത് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊന്ന് പ്രീ പ്ലാൻ ചെയ്യണം. നമ്മുടെ കുടുംബം, അതേപോലെ നമ്മുടെ ജോലി, നമ്മളെ മറ്റ് ദേവവർക്കുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്താൽ ഇതിനുള്ള സമയം നമുക്ക് കിട്ടും. ഇനി ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഇപ്പം എൻ്റെ കൂടെ ചെയ്ത ആളുകൾ ഒഴിഞ്ഞിരുന്നവരൊക്കെ ഉണ്ട്, തീരാത്തവരുണ്ട് ഇപ്പോഴും. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഒക്കെ മാറ്റി വെച്ച് ഒരു ഭാഗത്ത് റൂമൊക്കെ എടുത്ത് താമസിച്ച ആളുകളുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, തീർന്നിട്ടില്ല, പലരും ഡ്രോപ്പ് ചെയ്ത് പോയവരുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാലും നമുക്ക് കുറേ പിന്നെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് പോകും. ഇതിൽ അള്ളാൻ്റെ ഒരു സഹായം പ്രത്യേകിച്ച് കിട്ടുകയും ചെയ്യും. കാരണം ദേവാരംഗത്തുണ്ടാവും, അതോടൊപ്പം ഇങ്ങനത്തെ പഠന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു സഹായം അത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചെയ്ത സമയത്തെ. അത് പ്രത്യേകം പറഞ്ഞ നേരത്തെ തന്നെ ഈ തീസിസുകളൊക്കെ ശരിക്ക് ഇവാലുവേഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ എഴുതിയത് മൊത്തം മാറ്റിയതിൻ്റെ അവസ്ഥയൊക്കെ വരാറുണ്ട്. എൻ്റെ കേസിൽ എന്ത് ചെയ്തിട്ടില്ല, അത് അൽഹംദുലില്ലാ 2 ആളുകളും, ഒരു ഫോറിൻ ഇവാലുവേറ്ററും ഒരു ഇന്ത്യൻ ഇവാലുവേറ്ററും, 2 ആളുകളും ഏകദേശം അപ്പടി നല്ല ഒരു ചെറിയ ചില ചേഞ്ചസ് അല്ലാതെ ബാക്കിയൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല. അത് പിന്നെ ഒരു കാരണം കോളേജാണ് VIT-യിൽ, അവരെ ഇവാലുവേഷൻ പ്രോസസ്സ് നല്ല സ്ട്രിക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൽ ഫോളോ ചെയ്ത് പോകുമ്പോൾ പിന്നെ വേറൊന്നും കറക്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രോസസ്സിലാണ് അവിടെ പോകുന്നത്. അപ്പോൾ അതും കൂടെ അതിൽ ഗുണമായിട്ടുണ്ടാവും. അൽഹംദുലില്ലാ അത് അങ്ങനെ തീർന്നു. അൽഹംദുലില്ലാ. ഈ എഞ്ചിനീയറിങ്ങിനുള്ള സ്കോപ്പ് പൊതുവേ പണ്ടൊക്കെ നമ്മളിപ്പോൾ SLC കഴിഞ്ഞ് +2 ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുമ്പോൾ വേഗം എഞ്ചിനീയറിങ്ങിന് പോകുമെന്ന് പറയും. അപ്പോൾ അതിനുള്ള ഒരു ജോലി സ്കോപ്പുകളൊക്കെ എങ്ങനെയാണ്? അത് പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ കമ്പനികൾ നേരെ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ബിടെക് 4 കൊല്ലം കഴിഞ്ഞ് കുട്ടികളെ അങ്ങോട്ട് ജോലിക്കെടുക്കലായിരുന്നു. പണ്ടത്തെ രീതി അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. നേരെ ജോലിക്കെടുത്തിട്ട് പിന്നെ ഈ കമ്പനിയാണ് എന്ത് ചെയ്യുക, അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ അവർ കോഡിംഗ് ആണെങ്കിൽ കോഡിംഗ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് എന്താണോ വേണ്ടത് അവരെ പഠിപ്പിച്ചിട്ട് ഇവനെ ജോലിക്ക്. അങ്ങനെയായിരുന്നു അന്നത്തെ സിസ്റ്റം. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറിയിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ അറിയുന്ന ഒരാളെ നേരിട്ട് അവർ എടുക്കുക ചെയ്യുക. അപ്പോൾ അത് എഞ്ചിനീയറിങ് ആവണമെന്നില്ല. ഇപ്പോൾ സാധാരണ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾക്ക് ഈ സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കമ്പനി അവന് ജോലി കൊടുക്കും. സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, അവനത് അറിഞ്ഞാൽ മതി. അപ്പോൾ അവനൊരു ബേസിക് ഡിഗ്രി ഉണ്ടായാൽ മതി എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, പൊതുവെ ആളുകൾ പറയും എഞ്ചിനീയേഴ്സിന് ജോലിയില്ല, അല്ലെങ്കിൽ ജോലി കുറവാണ്, സ്കോപ്പ് കുറവാണെന്നൊക്കെ ആൾക്കാർ പറയും. അത് പക്ഷേ തെറ്റാണ്. നമുക്ക് എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലികൾ ഇപ്പോഴും ഒരുപാട് വേക്കൻ്റാണ്. ഒരുപാട് ജോലിക്കാരാവശ്യമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. പലരും പക്ഷെ ആ ഒരു ഫീൽഡിലേക്ക് പറ്റിയ ആളുകളെ കൊടുക്കാനില്ല എന്നുള്ളതാണ്. ആളുകൾ എന്ത് ചെയ്യണില്ല, ആ സ്പെസിഫിക് ആയിട്ട് ആ സ്കില്ലോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണില്ല, അത് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞവർ തന്നെ അതിൻ്റെ കൂടെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല. അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്കെന്താ ഏത് ഫീൽഡിലാണോ പോകേണ്ടത് അവിടേക്ക് വേണ്ട കുറച്ച് സ്കില്ലും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കും. ഇപ്പം നമുക്കൊക്കെ തന്നെ ഇപ്പോൾ പലരും ചോദിക്കും, പിന്നെ ഇന്ന കോഴ്സ് കഴിഞ്ഞവരുണ്ടോ, അല്ലെങ്കിൽ ഇന്ന പിന്നെ ലാംഗ്വേജ് അറിയുന്നവരുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ കോളേജുകളിലൊക്കെ നോക്കുക, അല്ലെങ്കിൽ നമ്മളെ സർക്കിളിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ബിടെക് കഴിഞ്ഞവരുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്തവരെന്തായിരിക്കും, വളരെ അപൂർവമായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആളുകളെന്താ പറയുക, ഇതിന് സ്കോപ്പില്ല. ഈ ഒരു ഷിഫ്റ്റ് ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. പണ്ട് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി എല്ലാവർക്കും എന്ത് ചെയ്തിരുന്നു, കമ്പനികൾ കൊണ്ടുപോയി അവർ ട്രെയിനിങ് കൊടുത്തിരുന്നു. ഇപ്പോൾ അത് ചെയ്യണില്ല. ഇപ്പം നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പിന്നെ പല കമ്പനികളും ഇപ്പോൾ TCS അങ്ങനത്തെ നല്ല വലിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ക്യാമ്പസ് പ്രോഗ്രാമുകളുണ്ട്. ഒരു ക്യാമ്പസ് തന്നെ കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവർ പല രീതിയിൽ കൊടുക്കും. അത് അറ്റൻഡ് ചെയ്തവർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്. പക്ഷെ മെക്കാനിക്കലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലുള്ള കഴിവുകൾ വേണം അവർക്ക്. ഞാൻ പറഞ്ഞില്ല, വാസ്റ്റായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇതേപോലെ സോഫ്റ്റ്വെയർ പോലെ കോഡിങ് പഠിച്ച പോലെ കിട്ടില്ല. നമ്മൾ പ്രാക്ടിക്കലി എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് പോയി
കുറച്ച് കാലം പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഇതിലൊരു മാസ്റ്ററിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടി വരും. അതിനുള്ളൊരു സമയം നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമിച്ചിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നേരെ കണ്ട് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അവനെല്ലാ ഇൻഡസ്ട്രീനെ പറ്റിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ ജോലിക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞൊരു ഏരിയയാണ് മെക്കാനിക്കൽ. എന്നാലും ഒരുപാട് സാധ്യതകളുള്ള ഏരിയകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യുക, മാസ്റ്റേഴ്സ് ചെയ്യുക, അതിൻ്റെ കൂടെ അവർക്ക് അഡീഷണൽ കോഴ്സുകളൊക്കെ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വലിയ കമ്പനികളിൽ കയറാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. യെസ്, പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അൻഫസ്കയെക്കുറിച്ച് ഒരു കാര്യം കൂടി കൂടുതൽ പറയണമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ പീസ് റേഡിയോ കോഴ്സുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളിൽ ഒരു കൂടുതൽ സമയവും ഇടപെട്ടിരുന്ന ഒരു ആളാണ് അൻഫസ്ക. പിന്നെ പീസ് റേഡിയോയുടെ കോഴ്സിൻ്റെ 500 ലൈഫ് കോഴ്സുകളുടെ പരീക്ഷകൾ, അതിൻ്റെ ക്ലാസ് ടെസ്റ്റുകൾ, അത്തരം കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയത് എന്താണ് ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ ഉള്ള കാര്യങ്ങൾ, ശ്രോതാക്കൾക്ക് അതിൽ അറിയേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? നമുക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സുകൾ കേൾക്കും, നമുക്ക് കുറച്ച് അറിവും കാര്യങ്ങളും കിട്ടും, എലുമ്പ് കിട്ടും. അത് ഒരു വലിയൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് റേഡിയോൻ്റെ ഷെഡ്യൂളിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തിരക്കൊണ്ട് കേൾക്കാൻ പറ്റിക്കോളൂ. പക്ഷേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ട് ഇത് ചുരുങ്ങിയത് 2-3 പ്രാവശ്യം നമ്മൾ കേൾക്കേണ്ടി വരും ഒരു ക്ലാസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ഇൻട്രസ്റ്റോടാണ് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റത്. നമുക്കിത് കേൾക്കും പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് ശരിക്ക് 500 ലൈഫ് പോലെ ഇത്രയും ഡെപ്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ശ്രോതാക്കൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ഗൗരവത്വത്തിന് എടുത്ത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം അത്രയും ഡെപ്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഒരായത്ത് കഴിഞ്ഞപ്പോൾ ഒരായത്ത് പോലും എടുക്കാത്ത ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരായത്തിൻ്റെ ഒരു കഷ്ണം, കാൽ ഭാഗം മാത്രം 2 ദിവസം 3 ദിവസമൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട് മൗലവി. അപ്പോൾ അത്രയും ഡെപ്തിലൊക്കെ വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ കിട്ടൂല. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ലൈബ്രറിയിൽ ഇപ്പോൾ ഉള്ളത് അവൈലബിൾ ആണല്ലോ, നമ്മളെല്ലാ ക്ലാസ്സുകളും എന്തുണ്ട്, കോഴ്സ് വിൻഡോയിലുണ്ടല്ലോ, എല്ലാം ആർക്കൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ ക്ലാസ്സുകൾ മുതൽ നമുക്ക് കേൾക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രോതാക്കളോട് പറയാനുള്ളത് ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കേൾക്കാനുള്ളത്. പഠിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിനുള്ള ഒരു സമയം ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് എല്ലാ പരിഹാരം. അല്ലാതെ വേറെ ആരും എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുതരില്ല. നമ്മൾ തന്നെ ഇതിൽ മുന്നിട്ട് ഇറങ്ങണം. യെസ്, സംഘടനാ പ്രബോധന രംഗത്ത് ഒരു വിസ്ഡം യൂത്തിൻ്റെ ഭാരവാഹി ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു MSM കാലയളവിൽ തന്നെ സംഘടനയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾ ഈ ഒരു ദഅവ മേഖലയിലേക്ക് ഇപ്പോൾ കേൾക്കുന്ന ആളുകളിലെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്താണൊരു വിദ്യാർത്ഥി പ്രബോധന കാലഘട്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിലേക്ക് കുട്ടികൾ വരുന്നതിനെക്കുറിച്ച് എന്താണ് ഒരു നിർദ്ദേശം, ഉപദേശം നൽകാനുള്ളത്? അതിപ്പോൾ നേരത്തെ കോഴ്സിനെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ഒരു സുരക്ഷക്കാണ് ശരിക്കും ചെയ്യണത്. ഇപ്പം നമ്മൾ ഈ ഫീൽഡിലുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയില്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുത്താൻ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തുണ്ടാവും, ഞാനിതിൻ്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ആളാണല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ക്യാമ്പസുകളിലൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് ദീനിയായ സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ തന്നെ സ്വയം കറക്റ്റ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ അത് ആ കുട്ടിക്ക് തന്നെയാണ് ഗുണം ഉണ്ടാവുക. സംഘടനക്ക് ഇപ്പോൾ നമുക്ക് വേറെ ആക്കുന്നില്ല, ഒരു 10 ആൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കാർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ കുട്ടികൾക്കാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുക. അവരെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ അത് ഉപയോഗപ്പെടുത്തുന്നതാണ്. മറ്റേതൊരു ഒന്നുമില്ലാതെ അങ്ങനെ പോകുന്നതിനെക്കാട്ടും നല്ല. ഇപ്പം നമുക്ക് യോഗ ഉണ്ടാവും, കാര്യങ്ങൾ ചെയ്യാണ്ട്, അപ്പോൾ അതിനൊക്കെ സമയം കാണേണ്ടി വരും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു കൊല്ലമൊക്കെ സംഘടനയിൽ വർക്ക് ചെയ്താൽ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ നമ്മളെ ഷെഡ്യൂള് ശരിയാക്കും. രാവിലെ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ കുറച്ച് വൈകും, അതിനിടയ്ക്കുള്ള കുറച്ച് ഫ്രീ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെയൊക്കെ നമുക്കൊരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ അടുക്കും ചുറ്റൊക്കെ വരും. അതൊക്കെ ഉണ്ടാണെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു എക്സ്പോഷറാണ് നമുക്ക് സംഘടന വർക്ക് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആളുകളെ കാണാൻ, അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാനിപ്പോൾ 2002 മുതൽ നമ്മുടെ സംഘടനയിലുണ്ട്. MSM കടം തുടങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ISM വന്ന് പിന്നെ നമ്മൾ വിശിഷ്ടം കൂട്ടായ്മയിലേക്ക് വന്ന് ഇങ്ങനെ ആ സമയം മുതലേ സംഘടനയിലുള്ളതാണ്. എൻ്റെ ഒരു പഠനം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, സജീവമായിട്ട് ഇതിലേക്ക് വരുന്നത്. 2002 എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ഇതിലേക്ക് സജീവമായിട്ട് വരുന്നത്. അത് മുതലുണ്ട്, പക്ഷെ നമ്മൾ സജീവമായിട്ടൊരു ഭാരവാഹിത്വമൊക്കെ ഏറ്റെടുത്ത് വരുന്ന ഒരു സമയം അതാണ് 2002 മുതലുള്ള സമയമായിരുന്നു. അപ്പോൾ അതാണ് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഒരു സുരക്ഷയാണ്, നമുക്കുള്ള ഒരു സ്വർഗത്തിനുള്ളൊരു മാർഗ്ഗമാണ്. അതെന്ത് ചെയ്യുക, പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
യെസ്, നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവിലെ അതിഥിയുടെ സമയം തൽക്കാലം നമുക്കിപ്പോൾ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ സിഗ്നൽ വന്നിട്ടുണ്ട് സമയം അവസാനിച്ചു എന്നുള്ളത്. പക്ഷേ അൻഫസ്കയുടെ PhD-യുടെ ഏരിയയുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. മറ്റൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാ. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻഷാ അല്ലാ. അല്ലേ, ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ ജോബുമായി ബന്ധപ്പെട്ടതും അദ്ദേഹം ഈ ഒരു സ്ഥാനത്തിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ അബ്ദുറഹ്മാൻ ലാസ്റ്റ് അന്നൂറിൻ്റെ വിഷയം പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം പലപ്പോഴും ശ്രോതാക്കൾക്ക് അറിയുന്നത്. ഏതായാലും പിന്നെ ആ ഒരു കാര്യങ്ങൾ ഇപ്പം ഇന്നത്തെ നമുക്ക് സമകാലികത്തിൽ ബഹുമാനനായ ഡോക്ടർ അൻഫസ് മുക്രം ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സമകാലിക സെഷൻ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.